കഴിഞ്ഞ ദിവസം ഹാദിയയെക്കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് താഴെ ഒരു പോലീസുകാരൻ്റെ കമൻറ്റ് കാണാനിടയായി. ഹാദിയ വിഷയം കത്തി നിന്ന സമയത്ത്, ഹാദിയയുടെ വീട്ടിൽ പോലീസിൻ്റെ കാവലുണ്ടായിരുന്ന സമയത്ത് അവിടെ പോലീസ് അധികാരിയായി ജോലി ചെയ്തിരുന്ന ആളാണെന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് ഇത്തരത്തിലൊരു കമൻറ്റ് ഇട്ടത്. എന്നാൽ ആ വീഡിയോ ചെയ്തതോടുകൂടി ഇതിനോടകം തന്നെ ധാരാളം പേർ വാട്സപ്പിൽ പലതരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുമുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കുമായി ഒറ്റ മറുപടി എന്ന നിലയിൽ ഈ വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദര, നിങ്ങൾ ആരാണെങ്കിലും നിങ്ങളിട്ട ഈ കമൻറ്റിനെ എല്ലാ അർത്ഥത്തിലും ഞാൻ മാനിക്കുന്നു. പക്ഷേ നിങ്ങൾ ഈ എഴുതി വച്ചിരിക്കുന്നത് മുഴുവൻ വൈകാരികതയാണ്. ഹാദിയയുടെ മാതാപിതാക്കളുടെ വേദനകളാണ്, തേങ്ങലുകളാണ്, അവരുടെ സങ്കടങ്ങളാണ്. അതിനപ്പുറം ഹാദിയ എന്നൊരു വ്യക്തി ഉണ്ടെന്നും അവൾക്ക് സ്വാതന്ത്ര്യങ്ങളുണ്ടെന്നും അവൾക്ക് ചോയ്സ് ഉണ്ടെന്നും നിങ്ങളാരും ഇതുവരെയും ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. അതുതന്നെയാണ് ഈ വിഷയത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം. മകളിങ്ങനെ മറ്റൊരു വിശ്വാസം തിരഞ്ഞെടുത്തു എന്നറിഞ്ഞപ്പോൾ മാതാപിതാക്കൾ ചെയ്യേണ്ടിയിരുന്നത് അവർ പരമ്പരാഗതമായി നിലനിർത്തി വന്ന ആ വിശ്വാസത്തിൻ്റെ യുക്തി അവളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഇനി അത്തരത്തിൽ മകളെ പഴയ വിശ്വാസത്തിലേക്ക്, ഹിന്ദുമത വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ മാതാപിതാക്കൾ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടെങ്കിൽ എന്നെങ്കിലും സത്യം മനസ്സിലാക്കുമ്പോൾ അവൾ തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു ചെയ്യേണ്ടത്. അല്ലാതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം മകളെ വീട്ടിൽ പൂട്ടിയിട്ടും പത്രക്കാർക്ക് മുമ്പിൽ വന്ന് അവൾക്ക് വട്ടാണെന്ന് പറഞ്ഞും ഒരു മുസ്ലിമിനെ പോലും ലൈഫിൽ ഒരിക്കലും പരിചയമില്ലാത്ത സ്ഥിതിക്ക് ഇസ്ലാമും മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ കൂടുതൽ പ്രകോപിപ്പിക്കുകയായിരുന്നില്ല ആ മാതാപിതാക്കൾ ചെയ്യേണ്ടിയിരുന്നത്. ഇനി ഹാദിയയുടെ അമ്മ മരിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ആ കുട്ടിയെ അമ്മയെ കാണാൻ അനുവദിക്കാഞ്ഞത്? ഇതാണോ ഇസ്ലാം? ഇങ്ങനെയാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഇതാണോ ഇസ്ലാമിൻ്റെ സംസ്കാരം? മാതാവിൻ്റെ കാൽപാദത്തിനടിയിലാണ് സ്വർഗമെന്ന് അപ്പോൾ നിങ്ങൾ പറയുന്നതൊക്കെ ഇത്രയേ ഉള്ളോ എന്ന് ചോദിച്ചുകൊണ്ട് ധാരാളം കമൻറ്റുകൾ ഇന്നലെ വീഡിയോസിന് താഴെയും വന്നു, എനിക്ക് വാട്സപ്പിൽ മെസ്സേജുകളായും വന്നു. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ആരാണ് ഹാദിയയെ തടഞ്ഞത്? ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിലും മരിച്ചു പോകുമ്പോഴാണെങ്കിലും ആ മാതാപിതാക്കളെ പോയി കാണാൻ ഹാദിയയെ ആരും തടഞ്ഞിട്ടില്ല. അതിനുള്ള അധികാരം ആർക്കുമില്ല. ഇനി ഏതെങ്കിലും കാരണവശാൽ ഭർത്താവിന് ഭാര്യയോടുള്ള ദേഷ്യത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഈഗോയുടെ പേരിൽ, അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാരുമായിട്ടുള്ള പിണക്കത്തിൻ്റെ പേരിൽ ഒരു ഭർത്താവ് ഭാര്യയെ മാതാപിതാക്കളെ കാണാൻ അനുവദിക്കാതെ തടഞ്ഞു വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഭാര്യയ്ക്ക്, ആ സ്ത്രീക്ക്, ആ പെൺകുട്ടിക്ക് ആ ഭർത്താവിൻ്റെ കൽപ്പനയെ തള്ളിക്കളഞ്ഞുകൊണ്ട്, നിരസിച്ചുകൊണ്ട് അവളുടെ മാതാപിതാക്കളെ പോയി കാണാൻ ഇസ്ലാം അവകാശം കൊടുത്തിട്ടുണ്ട്, അനുവാദം കൊടുത്തിട്ടുണ്ട്. ഞാൻ പഠിച്ചെടുത്തോളം അത് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ ഇതാണെന്നിരിക്കെ ഇനിയും ഈ വിഷയത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനും മതങ്ങൾക്കിടയിൽ കലഹമുണ്ടാക്കാനും, പ്രത്യേകിച്ച് ഇസ്ലാം മതത്തെ, ആ മതത്തിൻ്റെ അധ്യാപനങ്ങളെ, അതിൻ്റെ ധാർമ്മികമായ മൂല്യങ്ങളെ, കാഴ്ചപ്പാടുകളെ ഒക്കെയും തെറ്റിദ്ധരിപ്പിക്കാനും മോശമാക്കി ചിത്രീകരിക്കാനും സോഷ്യൽ മീഡിയകളിൽ അവിടെയും ഇവിടെയും കൂട്ടം കൂടി നിൽക്കുന്നവർ ഇതോടുകൂടി പിരിഞ്ഞു പോവേണ്ടതാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു.